ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? സുനിത വില്യംസ്. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത സുനിത വില്യംസ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഏതാണ്? 2024 ജൂൺ 9. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം 2024 ജൂൺ 9 ആണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി ഏതാണ്? എൻ.ഡി.എയുടെ പൂർണ്ണരൂപം ദേശീയ ജനാധിപത്യ സഖ്യം എന്നാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി എൻ.ഡി.എ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി BJP അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6.5%. ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? BJP. ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി BJP ആണ്. സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? സിക്കിം ക്രാന്തികാരി മോർച്ച. സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി സിക്കിം ക്രാന്തികാരി മോർച്ചയാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം ഏതാണ്? തൃശ്ശൂർ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം തൃശ്ശൂരാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ആരാണ്? ഇഗ സ്വാംതെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ഇഗ സ്വാംതെക് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ് ആണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇറ്റലി. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇറ്റലിയാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത ആരാണ്? അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത അനാമിക ബി രാജീവാണ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലൗഡിയ ഷെയ്ൻബോം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോമാണ്. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേരി സഹേലി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി.
തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ഏതാണ്? ജയ ജയ ഹേ തെലങ്കാന. തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ജയ ജയ ഹേ തെലങ്കാനയാണ്. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ഇമ്മാനുവൽ സൗബേരൻ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമ്മാനുവൽ സൗബേരനാണ്. 2024 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രി ജേതാവ് ആരാണ്? ചാൾസ് ലെ ക്ലാർക്ക്. 2024 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രി ജേതാവ് ചാൾസ് ലെ ക്ലാർക്കാണ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആരാണ്? ഹേംചന്ദ് മാഞ്ചി. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചിയാണ്. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരാണ്? ദീപ കർമാക്കർ. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കറാണ്. പുതുതായി ചുമതലയേറ്റ NDA സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 31. പുതുതായി ചുമതലയേറ്റ NDA സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 31 ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയിലെ ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷാ. ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നിവയാണ്. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? അരീന സബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പ് ആയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പ് ആയ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഒന്നാമത്തെ മലയാളി ബീന മോളും രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജുമാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ അഭിലാഷ് ടോമിയാണ്. ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? വ്യോമമിത്ര. ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാൻ ഒരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോമമിത്രയാണ്. വ്യോമമിത്രയെ വികസിപ്പിച്ചത് ISRO ഇൻഡസ്ട്രിയൽ സിസ്റ്റം യൂണിറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2024 ജനുവരി 30. ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2024 ജനുവരി 20. പ്രോജക്റ്റ്
17A ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് INS താരഗിരി. പ്രോജക്റ്റ് 17A ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? INS താരഗിരി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ? ഇന്ത്യയും ഫ്രാൻസും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2023 ജനുവരി 7. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7. ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ്. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ്. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. മലേറിയ രോഗം പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 16 റംസർ സൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതായിരുന്നു. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് യുവർ വേ എന്നായിരുന്നു. 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ ട്രൈബൽ വില്ലേജ് ഏതാണ്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി ആരാണ്? മനീഷ് കുമാർ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി മനീഷ് കുമാറാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2024. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം 2024. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചതെന്നാണ്? 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചത് 2023 നവംബർ 23. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? KT അഷറഫ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷറഫാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? 2024. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം 2024. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2023.
ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം 2023 ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ടാറ്റ. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റയാണ്. കേരള ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് സ്ഥാപിതമായത് 2019 നവംബർ 29 കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ഇൻഷുറൻസ്. കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ നിർമ്മല സീതാരാമൻ്റെ സ്ഥാനം 32ാം സ്ഥാനമായിരുന്നു. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 161. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ്? 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയത് 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ബെർണാഡ് അർണോൾട്ട്. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ബെർണാഡ് അർണോൾട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം ഏതാണ്? US. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം US ആണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഫെബ്രുവരി 1. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് 2023 ഫെബ്രുവരി 1. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിൻ്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? റിയു വെൻ അസർ. ഇസ്രായേലിൻ്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ റിയു വെൻ അസറാണ്. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം ഏതാണ്? USA. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം USA ആണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള
ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. യുണീക്ക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. യുണീക്ക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? UT ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി UT ഖാദറാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ്. 2023 ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. 2023 മരണാനന്തരം ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജെറോമിക് ജോർജ്. തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറായിരുന്ന ജെറോമിക് ജോർജിനാണ് 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർ പുരസ്കാരം ലഭിച്ചത്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ താരവും ലോക്സഭാ അംഗവുമായിരുന്ന ഏതു വ്യക്തിയുടെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ? ഇന്നസെൻ്റ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ താരവും ലോക്സഭാ അംഗവുമായിരുന്ന ഇന്നസെൻ്റിൻ്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. അർബുദ രോഗിയായിരിക്കെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഇന്നസെൻ്റ് രചിച്ച കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന കൃതി രചിച്ചത് ഇന്നസെൻ്റാണ്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ്? 2023 ജൂലൈ 18. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18-നാണ്. കേരള സർക്കാരിൻ്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ്. കേരള സർക്കാരിൻ്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 65,000 ചതുരശ്ര മീറ്റർ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം 65,000 ചതുരശ്ര മീറ്ററാണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. 2022 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. 2022 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉല്ലല ബാബു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. UN റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടി. UN റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. ഇന്ത്യയിലെ നിലവിലെ ജനസംഖ്യ 142.86 കോടിയാണ്. ലോക ജനസംഖ്യ 800 കോടി പിന്നിട്ടത് എന്നാണ്? 2022 നവംബർ 15-ന്. ലോക ജനസംഖ്യ 800 കോടി പിന്നിട്ടത് 2022 നവംബർ 15-നാണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. വിഡ്സൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഹർമൻപ്രീത് കൗർ. വിഡ്സൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗറാണ്. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ചന്ദ്രയാൻ 3യെ ലക്ഷ്യത്തിലെത്തിച്ച LVM-3 റോക്കറ്റിൻ്റെ അപരനാമം എന്തായിരുന്നു? ബാഹുബലി. ചന്ദ്രയാൻ 3യെ
ലക്ഷ്യത്തിലെത്തിച്ച LVM-3 റോക്കറ്റിൻ്റെ അപരനാമം ബാഹുബലി എന്നായിരുന്നു. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ P. വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ നാമം എന്തായിരുന്നു? വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ നാമം വിക്രം എന്നും ചന്ദ്രയാൻ 3 റോവറിൻ്റെ നാമം പ്രഗ്യാൻ എന്നുമായിരുന്നു. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? തിരങ്ക. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിച്ചത് തിരങ്ക എന്ന പേരിലാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C-57. ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-57 എന്ന റോക്കറ്റായിരുന്നു. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജി. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആയിരുന്ന മലയാളി ആരാണ്? SR ബിജു. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടറായിരുന്ന മലയാളി SR ബിജു ആണ്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2024 ജനുവരി 6. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1ലുള്ള പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7. ആദിത്യ L1ലുള്ള പേലോഡുകളുടെ എണ്ണം 7. 2023 മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തർപ്രദേശ്. 2023 മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ഉത്തർപ്രദേശിൽ വെച്ചാണ്. ഈ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ജിതു എന്ന മാനായിരുന്നു. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പരമ്പരാഗത ആയോധന കല ഏതാണ്? കളരിപ്പയറ്റ്. 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പരമ്പരാഗത ആയോധന കല കളരിപ്പയറ്റാണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരം ആരാണ്? PR ശ്രീജേഷ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായ T50യുടെ നീളം എത്രയാണ്? 12.77 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായ T50യുടെ നീളം 12.77 കിലോമീറ്ററാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. 2024 ജനുവരിയിൽ ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് ഏതാണ്? കങ്കാരു ഓന്ത്. 2024 ജനുവരിയിൽ ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് കങ്കാരു ഓന്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല
കേരള കാർഷിക സർവകലാശാലയാണ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ലോകത്തെമ്പാടും ലഭ്യമാക്കാനായി തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ലോകത്തെമ്പാടും ലഭ്യമാക്കാനായി തയ്യാറാക്കിയ ആപ്പാണ് റേഡിയോ ശ്രീ. 2023 G20 ഉച്ചകോടിയിൽ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 G20 ഉച്ചകോടിയിൽ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് കുമരകമാണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് കുമരകമാണ്. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത് എന്നാണ്? ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത് ജൂൺ 26 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നായിരുന്നു. 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നായിരുന്നു. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 2024 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ്. 2024 പുറത്തിറങ്ങുന്ന പി വത്സലയുടെ അവസാന നോവൽ ഏതാണ്? ചിത്രലേഖ. പി വത്സല അന്തരിച്ചത് 2023 നവംബർ 21 പി വത്സലയുടെ അവസാനത്തെ നോവലായ ചിത്രലേഖ 2024 പുറത്തിറങ്ങുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് ആരാണ്? OR കേളു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് OR കേളുവാണ്. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയായി. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയിലായിട്ടാണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം ഏതാണ്? അബുലിയ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം അബുലിയയാണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയതാരാണ്? സിറിൽ റാംഫോസെ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയത് സിറിൽ റാംഫോസയാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക് ആണ്. 2024 ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ്? തരംഗ് ശക്തി 2024. 2024 ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി 2024. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് ആരാണ്? മോഹൻ ചരൺ മാധ്യി. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് മോഹൻ ചരൺ മാധ്യിയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? എൻ ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ ചന്ദ്രബാബു നായിഡു ആണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലേറിയതാരാണ്? പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലേറിയത് പേമ ഖണ്ഡു ആണ്. തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? പ്രേം സിംഗ് തമാങ്. തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് പ്രേം സിംഗ് തമാങ് ആണ്. 2024 ജൂൺ 6 രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. 2024 ജൂൺ 6
രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായതാരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക ബി രാജീവാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ് ആണ്. കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. വയനാട് ജില്ലയിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു. 2025 പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2025 പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? കൺലോൺ. അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് കൺലോൺ. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായതാരാണ്? ഡോക്ടർ KJ സജു. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ KJ സജു ആണ്. 18ാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർള. 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയും പ്രോട്ടേം സ്പീക്കർ ഫർത്യഹരി മഹ്താബുമാണ്. പ്രോട്ടേം സ്പീക്കർ ആരാണ്? ഫർത്യഹരി മഹ്താബ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ ആണ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ചെസ്സിലെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ ആണ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനം ഏതാണ്? അഗ്നിബാൺ സോർട്ടഡ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ സോർട്ടഡ്. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് കൊച്ചിയിൽ വെച്ചാണ്. തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതിയാണ് മേരി സഹേലി. തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? മേരി സഹേലി. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേരെന്താണ്? മഹാഗുരുവർഷം 2024. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം 2024 എന്ന പേരിലാണ്. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്? നൈൽ നദിയുടെ. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് നൈൽ നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഫ്ലോട്ട്. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരാണ് ഫ്ലോട്ട്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പിലാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ. കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ. 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? രഘുനന്ദൻ കാമത്ത്. 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? രഘുനന്ദൻ കാമത്ത്.
2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത ആരാണ്? രാധിക സെൻ. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രാധിക സെൻ ആണ്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയാണ്? 65.79. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം 65.79%. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം ഏതാണ്? മധ്യപ്രദേശിലെ ഇൻഡോർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ബൈജു തിട്ടാല. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബൈജു തിട്ടാലയാണ്. 2021-22 മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്. 2021-22 മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? 2016 നവംബർ 1 മുതൽ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് 2016 നവംബർ 1-നാണ്. 2024 റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അംഗ സമുദ്ര പക്ഷി സംരക്ഷണ റിസർവ് ഏത് സംസ്ഥാനത്താണ്? കർണാടക. 2024 റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അംഗ സമുദ്ര പക്ഷി സംരക്ഷണ റിസർവ് കർണാടകയിലാണ്. നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2024. നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി പ്രഖ്യാപിച്ച വർഷം 2024 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ്. 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ സമ്മാനത്തുക എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത്? 15 ലക്ഷം രൂപ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ സമ്മാനത്തുക 15 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത്. ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്. അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 ജനുവരിയിൽ നടന്നത് എവിടെയാണ്? വയനാട്. അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 ജനുവരിയിൽ നടന്നത് വയനാട്ടിലാണ്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? കണ്ണൂർ. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂരാണ്. കേരള സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്താണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ. കേരള സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ. ആരുടെ 525ാം ജന്മദിനത്തിൻ്റെ ഭാഗമായാണ് ഭാരത സർക്കാർ 525 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത്? മീരാബായിയുടെ. മീരാബായിയുടെ 525ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായാണ് ഭാരത സർക്കാർ 525 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന
ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ മലയാളി പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത വിക്ഷേപണ വാഹനം ഏതാണ്? ഹ്യൂമൻ റേറ്റഡ് LVM-3 റോക്കറ്റ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത വിക്ഷേപണ വാഹനമാണ് ഹ്യൂമൻ റേറ്റഡ് LVM-3 റോക്കറ്റ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? യത്നം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് യത്നം. കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേരെന്താണ്? വർണ്ണപ്പോട്ട്. കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേര് വർണ്ണപ്പകിട്ട് എന്നാണ്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മഴവില്ല്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായുള്ള മറ്റ് പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? പ്രൈഡ്, കരുതൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായുള്ള മറ്റ് പ്രധാന പദ്ധതികളാണ് പ്രൈഡും കരുതലും. കേരളത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ദിവസത്തെ വേതനം എത്ര രൂപയാണ്? 346 രൂപ. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഹരിയാനയിലെ ഒരു ദിവസത്തെ വേതനം 374 രൂപയാണ്. കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികളാണ് മിഷൻ 941 മികവും. കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികൾ ഏതൊക്കെയാണ്? മിഷൻ 941 മികവും. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയാണ് മികവ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മികവ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? മിസ്റ്റി. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിസ്റ്റി. സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? മിഷൻ കർമ്മയോഗി. സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? ഉത്തർപ്രദേശിലെ ലക്നൗ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ലക്നൗ ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഏതാണ്? ഇൻഡോർ. സമ്പൂർണ്ണ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഇൻഡോറാണ്. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്ന നഗരം ബംഗളൂരു ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയെടുത്ത സർക്കാർ സ്ഥാപനം ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയെടുത്ത സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 3ാമത്. 1ാം സ്ഥാനം കർണാടകയ്ക്കും 2ാം സ്ഥാനം തമിഴ്നാടിനുമാണ്. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ാമതാണ്. 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം തമിഴ്നാട്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദൂർ വെറ്റില ഏത് സംസ്ഥാനത്തിൻ്റെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദൂർ വെറ്റില തമിഴ്നാട്ടിലെ കാർഷിക വിളയാണ്. 2022 36ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹമാണ്. 2022 36ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? സാവജ് എന്ന സിംഹം. 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? മോഗ എന്ന കാട്ടുപോത്ത്.
2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. ISROയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ GSLV F-14 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ISROയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ GSLV F-14 അല്ലെങ്കിൽ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. പോളോ കളിക്കാരൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ 2023 ജനുവരി 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇംഫാൽ. പോളോ കളിക്കാരൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ 2023 ജനുവരി 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് മേഘാലയയിലെ ഇംഫാലിലാണ്. ഡോക്ടർ BR അംബേദ്കറുടെ 70 അടി ഉയരമുള്ള വിജ്ഞാന പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ലാത്തൂർ. ഡോക്ടർ BR അംബേദ്കറുടെ 70 അടി ഉയരമുള്ള വിജ്ഞാന പ്രതിമ സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ ലാത്തൂറിലാണ്. ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ 130ാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കാലടി. ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ 130ാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് കാലടിയിലാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ്? 2024 മെയ് 18. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് 2024 മെയ് 18. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഇറാൻ. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഇറാൻ്റെ പ്രസിഡന്റായിരുന്നു. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കിഴക്കിൻ്റെ നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് R കുൽക്കർണി. കിഴക്കിൻ്റെ നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് R കുൽക്കർണിയാണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? ജെന്നി എർപ്പൻബക്ക്. കൃതി കെയറോസ് എന്ന നോവൽ. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ജെന്നി എർപ്പൻബെക്കിൻ്റെ കെയറോസ് എന്ന നോവലിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? നെതർലൻഡിലെ റോട്ടർഡാമിൽ. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് നെതർലൻഡിലെ റോട്ടർഡാമിലാണ്. 2024 മെയ് 13 മുതൽ 26 വരെ മേഘാലയയിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസമാണ് ശക്തി. 2024 മെയ് 13 മുതൽ 26 വരെ മേഘാലയയിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസമാണ് ശക്തി. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഒമാൻ. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ സിനിമയുടെ സംവിധായിക പായൽ കബാഡിയാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധായിക പായൽ കബാഡിയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളികൾ ആരൊക്കെയാണ്? കനി കുസൃതിയും ദിവ്യപ്രഭയും. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളികൾ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്.
നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷീയാണ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷീയാണ്. സാങ്കേതികവിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലായ നൃത്തം എഴുതിയത് ആരാണ്? എം മുകുന്ദൻ. സാങ്കേതികവിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലായ നൃത്തം എഴുതിയത് എം മുകുന്ദനാണ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം 2023 ജൂണിൽ നടന്നത് എവിടെയാണ്? ന്യൂയോർക്കിൽ. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം 2023 ജൂണിൽ നടന്നത് ന്യൂയോർക്കിൽ വെച്ചാണ്. കേരള സർക്കാരിൻ്റെ പരിരക്ഷാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാരുടെ. കേരള സർക്കാരിൻ്റെ പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്. 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഹേഷ് നാരായണന്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മഹേഷ് നാരായണനാണ്. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.